ഇങ്ങനെ തന്നെത്താൻ സൗന്ദര്യം ആസ്വദിച്ച് നിൽക്കാതെ ഇങ്ങോട്ട് നോക്ക്. ഞാൻ നോക്കി അഭിപ്രായം പറയാം. മീശ ലെവലല്ല. ഞാൻ കട്ട് ചെയ്ത് ശരിയാക്കി തരാം. കത്തിരി. അയ്യോ, നീ കട്ട് ചെയ്താലേ ഉള്ള ലെവലൂടെ തെറ്റും. ചതിക്കല്ലേ മോളെ. കത്രിക ഇങ്ങ് താ ജയശീലൻ സാറേ. പോലീസ് ആയാലേ മീശ കുറച്ച് പൊക്കി വെക്കണം. അത് വേണോ? വേണം വേണം. ഇപ്പൊ ശരിയാക്കി തരാവേ. മതി മതി. അവസാനം മീശയില്ലാതെ ഞാൻ സ്റ്റേഷനിൽ പോകേണ്ടി വരും. ഏയ് അങ്ങനെ എന്നെ കൊച്ചാക്കല്ലേ. കണ്ണാടി നോക്ക് ഇപ്പൊ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ചെയ്തത് ചെയ്തു. ഇനി നീ ഇങ്ങനൊരു സഹായമായി വന്നേക്കല്ലേ. ശ്വേത ഇല്ലടി, ഇറങ്ങിയിട്ടില്ല. സമയാവുന്നല്ലേ ഉള്ളൂ. ശരി ശരി, 10 മണിക്ക് തന്നെ ഞാൻ ഇറങ്ങാം. ശരി, ഓക്കെ. കയ്യിലടിച്ച് സത്യം ചെയ്യാൻ. അവൾ ഒരിക്കലും അമ്മയുടെ മരുമകളാവില്ല. ദൈവം ഇറങ്ങിയെന്ന് പറഞ്ഞാലും ഞാൻ അവളെ അമ്മയുടെ മരുമകളാക്കില്ല.
വേണ്ട. തുളസിയെ ഞാൻ സഹായിച്ചെന്ന് അമ്മ എങ്ങനെയെങ്കിലും അറിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നം ഉണ്ടാക്കും. എന്നൊന്ന് പിടിച്ച് എഴുന്നേൽപ്പിക്കടാ, കാല് വേദനിക്കുന്നു. ശ്ശോ. എടാ, എന്തൊരു മനുഷ്യനാടാ നീ. നീയും നിന്റെ അമ്മയെ പോലെ പക പോക്കുകയാണോ? പണിയിൽ എന്നെ അമ്മ കാത്തു നിൽക്ക, ഒന്ന് വന്ന് ഹെൽപ്പ് ചെയ്യടാ. ആദി, നിന്നെ എന്റെ കൈ കിട്ടൂടാ. ഒരു ദിവസം നീ എന്റെ മുമ്പിൽ വന്ന് പെടും, അപ്പൊ നിനക്ക് വച്ചിട്ടുണ്ട് ഞാൻ. അന്ന് കിട്ടവൻ. തുളസി എന്നോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അവളെ കാണുന്നില്ലല്ലോ. വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഒരു ഓട്ടോ എങ്ങനെ വിളിച്ചു പോയാലോ? ആന്റി എന്ത് ഇവിടെ നിൽക്കുന്നേ? അത് തുളസി എന്നെ മാർക്കറ്റിൽ ഇറക്കിയിട്ട് അവളുടെ കൂട്ടുകാരിയെ കാണാൻ പോയി. അരമണിക്കൂറിനുള്ളിൽ തിരിച്ചു വന്ന് എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ സമയമൊക്കെ കഴിഞ്ഞിട്ടും അവളെ കാണാനില്ല. വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല. ആന്റി, തുളസി ചിലപ്പോ ഫ്രണ്ട്സുമായിട്ട് സംസാരിച്ചോണ്ട് നിൽക്കായിരിക്കും. ആന്റി ഇനി വെയിറ്റ് ചെയ്യണ്ട, എന്റെ കൂടെ വാ, ഞാൻ ആന്റി വീട്ടിൽ കൊണ്ടുവിടാം. മോനെ, അപ്പൊ തുളസി വന്നാലോ? അവള് വരാൻ താമസിച്ചുകൊണ്ട് ആന്റി പോയി കാണുമെന്ന് തുളസി ഊഹിച്ചോളും. അല്ലെങ്കിൽ അവൾക്ക് വിളിച്ചു ചോദിക്കാലോ. ആന്റി എന്തായാലും ഈ വേലത്ത് ഇങ്ങനെ നിൽക്കണ്ട, നമുക്ക് പോവാം. മോനെ, ഞാനല്ലേ ആന്റി വിളിക്കുന്നേ, വാ പോ. അയ്യോ ആന്റി, അവിടെയല്ല, ഫ്രണ്ടില്. എന്റെ അടുത്ത് തന്നെ ആന്റി ഇരിക്കണം. ഈശ്വര, ഇത് സ്വപ്നമാണോ? എന്റെ മകൻ എന്നെ തിരിച്ചറിഞ്ഞതുപോലെ ഉണ്ടല്ലോ. ഇത് യാഥാർത്ഥ്യമാണോ അതോ എന്റെ തോന്നലോ? ആന്റി എന്താ ആലോചിക്കുന്നത്? അത് ആദ്യമോനെ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ സ്വന്തം അമ്മയെ ഒരു മോൻ കൊണ്ടുപോകുന്നത് പോലെ സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇതുവരെ എനിക്ക് ആന്റിയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല,
ചെറുപ്പം മുതലേ എനിക്ക് അമ്മയെ പോലെ തന്നെ ഇഷ്ടമായിരുന്നു. അതെ, എനിക്കറിയാം. മോനെ എന്നിൽ നിന്ന് അകറ്റിയതാ ദുർഗേച്ചി. അവരെ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ എന്നെ സ്നേഹിച്ചാലോ എന്ന് പേടിച്ച്. ആൻറ്റിയോട് എനിക്ക് സ്നേഹം മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ അമ്മയോട് എനിക്ക് സ്നേഹവും ഭയവുമായിരുന്നു. ഇപ്പൊ പേടിയില്ലേ മോന്? നമുക്കൊരാളെ അതിരില്ലാതെ സ്നേഹിക്കാം. അത് മനസ്സിന്റെ വിശാലതയാ. പക്ഷേ നമ്മളൊരാൾ അതിരില്ലാതെ ഭയക്കുന്നത് അത് ഭീരുത്വമല്ലേ ആൻറ്റി? അത് മനസ്സിന്റെ ഒളിച്ചോട്ടമല്ലേ? അതിരുകളില്ലാതെ സ്നേഹിക്കാൻ ആൻറ്റി എനിക്കിപ്പോൾ ഇഷ്ടം. അതിന്റെ പേരിൽ ഇനിയിപ്പോ എന്തു വന്നാലും അത് ഞാൻ സഹിക്കാൻ തയ്യാറാ. വീടെത്തി. ആണോ? മോന്റെ കൂടെ ഇരുന്ന് യാത്ര ചെയ്തപ്പോ ഒന്നും അറിഞ്ഞില്ല. സ്വർണ്ണരഥത്തിൽ കയറി സ്വർഗത്തിലൂടെ പോകുന്നൊരു തോന്നലായിരുന്നു അമ്മയ്ക്ക്. ഞാൻ അമ്മയെന്ന് പറഞ്ഞത് ഇഷ്ടായില്ലേ മോന്? ഇഷ്ടായി. അമ്മ എന്താണെന്നും അമ്മയുടെ സ്നേഹം എന്താണെന്നും ഞാൻ അറിഞ്ഞതിപ്പോഴാ. മോനെ, സത്യം അമ്മ, ഈ അമ്മയുടെ വയറ്റിൽ ജനിച്ചിരുന്നെങ്കിലെന്ന് ആശിച്ചു പോവായിപ്പോ. മോനെ, അമ്മ കരയല്ലേ? നമ്മളിപ്പോ വീടിന് മുമ്പില.
ശരിയാ. ആരെങ്കിലും കണ്ട് ദുർഗേച്ചി അറിയിച്ച് പിന്നെ അത് മതി. മോൻ പൊയ്ക്കോ, അമ്മ ഇവിടെ ഇറങ്ങിക്കോളാം. അമ്മ പതുക്കെ ഇറങ്ങിയാൽ മതി. എനിക്കിപ്പോ പണ്ടത്തെ പോലെ പേടിയൊന്നുമില്ല. എന്നാലും ഞാൻ കാരണം എന്റെ മോനൊരു വിഷമം ഉണ്ടാവരുത്. ശരി അമ്മ. അങ്കിളിനോടും തുളസിയോടും എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിൽ ക്ഷമിക്കാൻ പറയണം. അവർക്കും നിന്നെ സ്നേഹിക്കാനേ അറിയൂ മോനെ, വെറുക്കാൻ അറിയില്ല. മോൻ സമാധാനായിട്ട് പോയിക്കും. ജയൻ സാറേ, ക്യാൻറ്റീനിൽ വെച്ചൊരു സംസാരം കേട്ടല്ലോ. എന്താ ഗോപു? സാറിന് ഇവിടുന്ന് ട്രാൻസ്ഫർ ആണോ? ആ, സാധ്യതയുണ്ട്. ഓർഡറൊന്നും ആയില്ല. എന്താ സാറേ പെട്ടെന്ന്? അതും സ്വന്തം ആളെയും ACP ആയിരിക്കുമ്പോൾ. സ്വന്തവും ബന്ധമൊന്നും ഡിപ്പാർട്ട്മെന്റ് കാര്യത്തിലില്ലല്ലോ. രണ്ടും കൂടി കൂട്ടിക്കുഴയ്ക്കാൻ നോക്കുന്നവരാവും ക്യാൻറ്റീനിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ശരിയാ സാറേ, സാറിൻ്റെ ഫാമിലിയും ACPയുടെ ഫാമിലിയും ഉടക്കിലാണെന്നൊക്കെയാ സംസാരം. ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. എന്ത് സൂക്ഷിക്കാൻ? നമുക്കാരുടെയും വായ മൂടിക്കെട്ടാൻ പറ്റില്ലല്ലോ. അവർ പറയട്ടെ. ഇന്ന് അവരുടെ വിഷയം എൻ്റെ ട്രാൻസ്ഫർ ആണെങ്കിൽ നാളെ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും കിട്ടിയാൽ അവരത് ഏറ്റെടുക്കും. അത്രയേ ഉള്ളൂ. ശരിയാ സാറേ, പോലീസിലും പരദൂഷണമാ. എന്റെ ദൈവങ്ങളെ, എല്ലാം അവസാനിച്ചു എന്ന് കരുതി നിൽക്കുമ്പോ എത്ര വലിയ പ്രതീക്ഷയാ നിങ്ങൾ എനിക്ക് തന്നത്. വാഹനം കിട്ടാതെ നിൽക്കുമ്പോ എന്റെ അടുത്ത് ആദ്യ കാറ് നിർത്തുക, എന്നിട്ട് എന്റെ മോൻ എന്നെ വീട്ടിൽ കൊണ്ടുവന്നാക്കുക. ഒന്നും കൈവിട്ടു പോയിട്ടില്ല. എല്ലാം എന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് ഇപ്പൊ എനിക്ക് വിശ്വാസമുണ്ട്. അമ്മ, അതെ, ഒരു വാക്ക് പറഞ്ഞ അത് പാലിക്കണം. ഞാൻ എത്ര നേരം നിന്നെയും കാത്തു വഴി നിന്നെന്നറിയോ? ഒന്നും പറയണ്ട. ആ മരങ്ങോടൻ ആദ്യ പറ്റിച്ച പണിയോ? ആദ്യോ? ആ, അവൻ വീണ്ടും അമ്മക്കുട്ടി ആയല്ലോ. അതൊന്ന് ചോദിക്കണമെന്ന് കരുതി ഞാൻ അവന്റെ പുറകെ വിട്ടതാ. എന്റെ കഷ്ടകാലം. സ്കൂട്ടർ സ്കിഡ് ചെയ്ത് ഞാൻ അങ്ങ് വീണു. അയ്യോ, എന്നിട്ട് വല്ലതും പറ്റിയ മോളെ? കാര്യമായിട്ടൊന്നും പറ്റിയില്ല. പക്ഷെ എനിക്ക് അവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റിയില്ല. നീ വീണത് ആദ്യം കണ്ടു കാണില്ല അല്ലേ? പിന്നെ കാണാതെ അവൻ വണ്ടി നിർത്തുകയും ചെയ്തു. എന്നിട്ടെന്താ? ആ പപ്പു സാക്ഷാൽ ദുർഗയെ ഓർത്ത് കാണും. അവന്റെ അമ്മ.
അമ്മ എന്നെ വഴി കാത്തു നിപ്പുണ്ട്, എന്നെ ഒന്ന് കൈപിടിച്ച് എഴുന്നേപ്പിക്കടാന്ന് ഞാൻ പറഞ്ഞിട്ടും അവൻ വണ്ടി വിട്ടുപോയി. ഓ, അപ്പൊ തുളസിയെ സഹായിക്കാൻ പറ്റാത്തതിന്റെ പ്രായശ്ചിത്തമായിരിക്കും ആദ്യം എന്നെ സഹായിച്ചുകൊണ്ട് ചെയ്തത്. അമ്മ എന്തായി ആലോചിക്കുന്നത്? ചുണ്ടിലൊരു കള്ളപ്പുഞ്ചിരി ഉണ്ടല്ലോ. അത് പിന്നെ ഞാൻ നിന്റെ ആദിയുടെ ആ സമയത്തെ ഭാവം എന്തായിരിക്കും എന്ന് ആലോചിച്ചതാ. അതെ, അവന് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല മോളെ. ദുർഗാമ്മ അറിഞ്ഞ കുഴപ്പമാവൂല്ലോ എന്ന് കരുതി തന്നെയാ. വന്നല്ലോ അക്കാലത്തുമായിട്ട് ഫീസ് ഇല്ല വക്കീല്. അല്ലെങ്കിലേ അവനെ കുറിച്ച് പറയുമ്പോ അമ്മയ്ക്ക് വെച്ചിട്ട് 100 നാവാ. നന്ദി കിട്ടവൻ. അന്ന് ഇവിടുന്ന് മൂക്കുമുട്ട കഴിച്ചിട്ട് പോയതിന്റെ നന്ദി ഉണ്ടായിരുന്നെങ്കിൽ അവൻ എന്നോട് ഇങ്ങനെ കാണിക്കുമായിരുന്നോ? ഇപ്പൊ ആദ്യം ഇങ്ങനെ കാണിക്കുന്നതൊന്നും നീ കാര്യമാക്കണ്ട തുളസി. അവൻ തുറന്ന മനസ്സോടെ നമ്മുടെ അടുക്കിലേക്ക് വരുന്ന ഒരു ദിവസം വരും. വരും വരും. അവന്റെ അമ്മ ചത്ത. മോളെ, അമ്മ ദിവസവും ദൈവങ്ങളെ മുഴുവൻ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. ആ കൂട്ടത്തിൽ ആ ദുർഗാമ്മ അങ്ങോട്ട് എടുക്കണേന്ന് കൂടി പ്രാർത്ഥിക്കും. ബാക്കിയുള്ളവർക്ക് ഇങ്ങനെ ഒരു സ്വൈര്യം ഉണ്ടാവുമല്ലോ.